ആണവ തർക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ നിർണായക നീക്കവുമായി ഇറാൻ. രാജ്യത്തെ എണ്ണ പ്രകൃതിവാതക മേഖലകളിൽ കരാർ അടിസ്ഥാനത്തിൽ പങ്കാളികളാകാൻ അമേരിക്കൻ കമ്പനികളെ ഇറാൻ ക്ഷണിച്ചു. അന്താരാഷ്ട്ര ആണവ ഏജൻസികൾക്ക് തുടർച്ചയായി ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ അവസരം നൽകാമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാൻ അയയുന്നതിൻ്റെ ലക്ഷണമാണോ എന്ന് സംശയമുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ട്രംപിൻ്റെ വിരട്ട് ഏറ്റവും തോന്നല്ലോ. മധു, ഇപ്പോൾ എന്തായി, മഞ്ഞ് പെയ്യുകയാണോ അവിടെ? എന്താണ് ഇപ്പോൾ കാണുന്നത്? നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഏതാനും മണിക്കൂറുകൾ, അതായത് നാളെ ഒരു ഉച്ചയോട് വരെ ഉണ്ടാകും. ഏതാണ്ട് ഒരു ന്യൂജേഴ്സി, ന്യൂയോർക്ക് ഭാഗത്താണ് 20 ഇഞ്ചോളം മഞ്ഞ് പെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ ഒരു ക്യാമറ വുമൺ കൂടിയുണ്ട് ഇതിനെ നമ്മളെ സഹായിക്കാൻ. ക്യാമറ വുമൺ കടന്നു വരൂ, ഇവിടെ നിൽക്കും എന്നാലും നിന്നെ കാണും. കണ്ടല്ലോ സാർ, നാളെ മനസ്സിലായല്ലോ. അല്ല, നാട്ടുകാർ കൂടെ മനസ്സിലാവണ്ടേ? എനിക്ക് മാത്രം മനസ്സിലായാൽ മതിയോ? ആരാണെന്ന് പറയൂ, ഇല്ലെങ്കിൽ സസ്പെൻസ്. ഇത് സപ്ന, എന്റെ വൈഫ്. എന്റെ കൂടെ 25 വർഷം. ഇനി വാർത്തയിലേക്ക്. ഈ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഡീലാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവര് നയതന്ത്ര രീതിയിലും അതുപോലെ സാമ്പത്തിക രീതിയിലും പടിഞ്ഞാറൻ ശക്തികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള അവരുടെ താല്പര്യം അവർ ആദ്യമായിട്ട് പരസ്യമായിട്ട് തുറന്നു പറയുകയാണ്. തന്നെയുമല്ല, അമേരിക്കൻ കമ്പനികൾക്ക് അവരുടെ എണ്ണ വിപണി അല്ലെങ്കിൽ ഈ ഊർജ്ജ മേഖല തുറന്നു കൊടുക്കുന്നതിലൂടെ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാനും സാമ്പത്തികമായിട്ട് ഇറാനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അതുമാത്രമല്ല, പകുതിയോളം യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റ് വിദേശത്തെ അവർ പറയുന്ന സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പറയുന്നു. ബാക്കിയുള്ള യുറേനിയം ഡൈല്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. ഇത് കൂടാതെ തന്നെ പിന്നീടുള്ള ഉൽപാദനം കുറയ്ക്കാം. അതുമാത്രമല്ല, അലി ലഴിജിനി, അദ്ദേഹം അയത്തുള്ള അലി ഖൊമേനിയുടെ വിശ്വസ്തനാണ്, അദ്ദേഹത്തിന്റെ അഡ്വൈസറാണ്. അദ്ദേഹം പറയുന്നത് അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് തുടർച്ചയായിട്ടുള്ള പരിശോധനകൾക്ക് ഇറാന്റെ ആണവ നിലയങ്ങൾ തുറന്നു കൊടുക്കാമെന്നും പറയുന്നു. അതുമാത്രമല്ല, ജനീവയിലാണ് ഒരു അവസാന ശ്രമം എന്നുള്ള നിലയിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാഡ് കുഷ്ണറുമായിട്ടുള്ള ഒരു ചർച്ചകളും കൂടെ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അവിടെയും ഫലം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പരിമിതമായ ഒരു സൈനിക ആക്രമണം എന്നുള്ള വാർത്തകളാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. ട്രംപിന്റെ നീക്കം ചില ടാർഗറ്റഡ് സൈറ്റുകൾ അറ്റാക്ക് ചെയ്യുക, അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ ഒരു ബിഗ് അറ്റാക്ക് എന്ന് തന്നെയാണ് ട്രംപ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. അവിടുത്തെ ഭരണമാറ്റവും ഡൊണാൾഡ് ട്രംപ് നോട്ടം വിടുന്നുണ്ട്. മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.